ആ ഡേ നവാസേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് സൈഡിലോട്ട് വരും. നീ ഇവിടെ ഉണ്ടല്ലേ? പണിക്കാൻ എത്ര ഉണ്ടേ? 4 പേരാ? ഇന്നലെ എത്ര പേരുണ്ടായിരുന്നു? ഇന്നലെ 4? അതങ്ങനെ എടാ, നീ എല്ലാം നോക്കണം കേട്ടാ. എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. നീ പറ്റിക്കല്ലേ? കരയണ എടാ, നീ പറ്റിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ? നീ പറ്റിക്കല്ലേ എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. എന്നിട്ട് കരയാതിരിക്കണ്? മര്യാദയ്ക്ക് ജോലി കേടാ വച്ചിട്ട് പോടാ. പിന്നെ കാണണമായി അതിന് വാ. എന്ത് പറയുന്നത്? എന്തോന്ന് പറയാൻ? കാളര തടി, ആനയുടെ തീറ്റി, കഴുതര ബുദ്ധി. പ്രശ്നം എന്താ? നവാസിനെ അവൻ സൈറ്റിൽ നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പണിക്കർ എത്ര ഉണ്ട്? 4. ഇന്നലെ എത്ര ഉണ്ടായിരുന്നു? 4. അവരുടെ എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസം. പറ്റിക്കല്ലേ പറ്റിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ കരയിൽ നടന്നു. അച്ഛൻ പറയാ. അച്ഛൻ പറയാ? അല്ല, അച്ഛൻ പറഞ്ഞോണ്ടിരുന്ന കാര്യം പറയാൻ. അല്ല, ഈ പറ്റിക്കലെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വിളിച്ച് കൂട്ടു അച്ഛൻ. എനിക്ക് പറഞ്ഞ വേറൊന്നും അല്ലെന്ന്. ആ പറ്റിക്കൽ വാങ്ങാൻ മണ്ട കിടന്ന് കരയാണ്. ആ പറ്റിക്കൊന്നുമില്ല, പാവമാണ്. പക്ഷെ എന്ത് എനിക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ എങ്ങനെ ആയിപ്പോലെ. കുടുംബം ഇങ്ങനെ, പിള്ളേരെ ഇങ്ങനെ, ഭാര്യ ഇങ്ങനെ, കിട്ടുന്ന പണിക്കാരിങ്ങനെ, എല്ലാം ഒരേ ഇനങ്ങളായി. അച്ഛാ ഞാൻ പറയാൻ വന്നതേ, എനിക്കൊന്ന് ടൗൺ വരെ പോണം. അത് കുഴിപ്പളത്തേക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. എന്നിട്ട് അത് കുഴിപ്പളത്ത് കൊണ്ടേ കൊടുക്കണം. എന്ത് മക്കളെ? അയ്യോ ഒന്നുമില്ല. മക്കള് വന്നോണ്ട് വെറുതെ ചോദിച്ചെന്നുള്ള എന്ത് വന്നെന്ന്. ഒന്നുമില്ല മക്കള്, പോ ചെല്ലേ, അച്ഛൻ വിളിക്കാം. പോ. നമ്മളൊന്നും സംസാരിച്ചില്ല. എന്ത് മക്കള് പോ. എന്തോ സംസാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ പോവാൻ പറഞ്ഞത്. പോവാൻ പാടില്ല. ഇത് നമ്മുടെ കുടുംബത്തിലുള്ളത് തന്നെ, ഒരു സംശയവും. കരപ്രമാണി എത്തി. ഇനി നോക്കണ്ട, ഞാൻ പോകുന്നു. അല്ല, അടുക്കളയിൽ പോകുന്നു. അച്ഛന് ചായ വേണമെങ്കിൽ ഒന്ന് അടുക്കള വന്നാൽ മതി കേട്ടോ. അച്ഛന് ചായ വേണമെങ്കിൽ അച്ഛൻ അടുക്കള വേണ്ട കാര്യം എന്ത്? ചേച്ചി ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കൂലേ? എനിക്കിപ്പോ എടുത്തു കൊടുക്കാൻ സൗകര്യമില്ല. എന്തേ? എവിടെയും കയറി വന്നോളും. എന്താ എനിക്ക് എവിടെയും കയറി വന്നൂടെ? ഇയാള് പോടോ. താൻ പോടോ. ചേച്ചിക്ക് എന്ത് ചേച്ചി അവരവർ എന്നെ കാണുമ്പോ ഇത് സംഭവം എന്താ പറയുക വെച്ചാ, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് മുന്നേറുന്നുണ്ടല്ലോ, അതിന്റെ അസൂയ കുശുമ്പ്. അയ്യോ, നീ മുന്നേറേണ്ട കാരണമൊക്കെ നമുക്ക് അറിയാലോ. എന്താണ് കാര്യം? എന്താണ്? നീ പോടാ കിന്നര കോമള സുന്ദര. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അടുക്കളയിൽ കോളാമ്പിൽ അടുക്കള കയറിപ്പോ. അമ്മ പറയണത് ശരി. നിന്നോട് കിടന്ന് അടികളും പിടികളും കൂടിയിട്ടാണ് എനിക്ക് അവർക്ക് വയ്യാതായത്. പേരിട്ടത് കോളാമ്പിലച്ചു. ഞാൻ അറിഞ്ഞ എത്ര വൈറലാവുന്നു. കേശു, നീ എങ്ങനെ വിളിക്കലേട്ടാ? എങ്ങനെ വിളിക്കല? കോളാമ്പിലച്ചെന്ന് വിളിക്കലാണ്. ഞാൻ വിളിക്കലാണ്. കേശുവേ, ഇതിന് ഞാൻ നിനക്ക് പണി തന്നിട്ടേ പോത്തുള്ളൂ. ഒന്ന് പോച്ചേ. നല്ലൊരു അടിമേശ പറഞ്ഞു. വിളിക്കലേട്ടാ? ചായട്ടാ? ചായ ഇട്ടില്ല. അത് ഞാൻ വേറൊരു കാര്യം പറയാൻ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. അച്ഛനൊന്ന് ജോലിക്ക് പോകണം നിർബന്ധമാണോ അച്ഛാ? മക്കളെ കാര്യം പറ. കാര്യം പറഞ്ഞാൽ കേട്ടിട്ട് തീരുമാനിക്കാം ജോലിക്ക് പോകണ വേണ്ടത്. അല്ല, സിദ്ധു വിളിച്ചോണ്ടായിരുന്നു. സിദ്ധുവിന്റെ അമ്മയ്ക്ക് ഷുഗർ ഉള്ളത് കൊണ്ടേ ഗ്ലൂക്കോമീറ്റർ മേടിക്കണം, പിന്നെ വീട്ടിലിടാൻ ചെരുപ്പ് മേടിക്കണം, പിന്നെ വീട്ടിലേക്ക് അല്ലറച്ചില്ല സാധനങ്ങളൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പൊ അവിടുത്തെ അച്ഛനെ പറഞ്ഞു വിടാന്ന് വെച്ചാൽ വയ്യാതിരിക്കുമല്ലേ, ടൗണിലൊക്കെ പറഞ്ഞു വിട്ടാൽ ശരിയാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അച്ഛനും കൂടെ വരുമോ? നമുക്ക് ടൗണിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് നമുക്ക് തിരിച്ചു വരാം. അത് മക്കളെ വാങ്ങിച്ചു കൊടുത്താൽ പോലെ. അച്ഛനും കൂടെ വാ അച്ഛാ. അതാകുമ്പോഴത്തേക്ക് അവർക്കും ഒരു സന്തോഷമായിരിക്കും. പിന്നെ എനിക്ക് അച്ഛനുള്ളത് കൊണ്ട് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമല്ലോ. സന്തോഷമൊക്കെ തന്നെ. മക്കളെ അച്ഛന് കാര്യം ചോദിക്കട്ടാ? ചോദിക്കോ. സ്വയം പോഴ്ത്തെന്ന് പറയരുത്. എന്ത് മക്കളെ, ആൾക്കാർക്ക് അച്ഛനെ കാണുമ്പോൾ ഒരു സന്തോഷവും ഒരു കളി ചിരിയൊക്കെ. എന്ത് അല്ല, കൊച്ചിനെ പോലെ അങ്ങനെ ആൾക്കാരുടെ ചുറ്റും കൂടുക. അപ്പോൾ പറയും തമാശ പറ, കളി പറ, ചിരി പറ എന്നൊക്കെ പറയും. ഭയങ്കര സന്തോഷമാണ്. ഒരു കല്യാണത്തിന് പോയാലും സദ്യ കൊണ്ട് നമ്മൾ കെട്ടും കഴിഞ്ഞ് സദ്യ കൊണ്ട് പുറത്തിറങ്ങാൻ നേരത്ത് അപ്പോഴും എൻ്റെ ആൾക്കാർ അച്ഛൻ്റെ കൂടെ കൂടും. മറുപടിക്കുക, ഇപ്പോൾ പോവല്ലേ എന്തെങ്കിലും തമാശ പറ. ഭയങ്കര സന്തോഷം എന്നെ കാണുമ്പോൾ ആൾക്കാർക്ക്. എന്ത് അതെന്താന്ന് വെച്ചാലേ, ഈ കുട്ടികളുടെ ഒക്കെ ഒരു കാർട്ടൂൺ പരിപാടി ഉണ്ട്, ചോട്ടാ ഭീം. അറിയോ? ആ ക്യാരക്ടർ പോലെയാണ് അച്ഛനും. ഒറ്റ അടിച്ചെന്നുണ്ടല്ലോ. ഞാൻ കാർട്ടൂൺ കഥാപാത്രോ?
അത് വിടച്ചാ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? പോവാ. അതിനിപ്പോ സൈറ്റിൽ പോയി നോക്കണം, ഇന്ന് പോണോ വേണ്ടോ. ആരെയൊക്കെ അച്ഛൻ വിളിച്ചു ചോദിച്ചാലും ശരി, എവിടെ പോയാലും ശരി, ഇന്ന് അച്ഛൻ എൻ്റെ കൂടെ വന്നേ പറ്റൂ. അതെ, കൊച്ചു പാറു. പാറുവിനെ ചേട്ടനും കേശു നോക്കിക്കോളൂ അല്ലോ അച്ഛാ. പിന്നെ കൊച്ചിനെ കൊണ്ടുപോയി കേശു പുറകെ വരും. കേശു വന്നു കഴിഞ്ഞാൽ ശിവാനി ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വരുമ്പോഴത്തേ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളും. എന്തിനാണ്? ഒന്നാമത് ഈ പിള്ളേരൊക്കെ പെറുക്കി കൊണ്ടുപോകണം തന്നെ ഭയങ്കര ശല്യമാണ്. ആ അത് ശരിയാണ്. ചോയ് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എനിക്കും കൂടെ വരാനൊന്നും പറ്റൂല. എന്ത് വന്നാലും ഞാൻ കൂടെ വേണമെന്ന് പറഞ്ഞു. വല്ലാത്ത പ്രശ്നമായിട്ട് കല്യാണം കഴിഞ്ഞു വേണമെങ്കിൽ ഇവിടെ പോകണം, ഞാൻ കൂടെ വേണം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂടെ വരണോ? ഇത് പറ്റൂല, ഇത് പറ്റൂല, എന്നെ കൊണ്ട് പറ്റുള്ളത്. അച്ഛനും കൂടെ വരാൻ പറ്റുമെങ്കിൽ എന്റെ കൂടെ വന്നാൽ മതി. സിദ്ധു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിളിച്ചത്. സിദ്ധു എന്ത് പറഞ്ഞു? അച്ഛനെ കൂട്ടി ചെല്ലാൻ. അവന് ഗൾഫിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് വേണം. ഞാൻ ജോലിക്ക് പോകാൻ എന്റെ കയ്യിൽ 10 ചക്രം കാണുള്ളൂ. ആഹാ, അച്ഛൻ ഓരോ കഥയൊക്കെ പറഞ്ഞ് എന്റെ കയ്യിൽ 10,000 1000 ഒക്കെ മേടിച്ചെടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ. വാങ്ങിച്ചിറങ്ങി ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട്. ആര് പറഞ്ഞ് തിരിച്ചു തന്നു? ആ ഡ്രൈ ക്ലീനിന് കൊടുത്ത 3800 ഇനിയും തരാനുണ്ട് എനിക്ക്. സത്യം പറയാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഭയങ്കര അഹങ്കാരം കേട്ടോ. അവിടെ കാര്യം ഞാൻ പറയാം. ചേട്ടാ, അതെന്ത് പോക്കാണ് പോയെ? ഇതിപ്പോ എന്തിനാ ഇവിടെ സംഭവിച്ചത്? നീ വന്നേ മാറും.